ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് എഡിറ്റൊക്കെ കഴിഞ്ഞിട്ടോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതായത് കുനാഫ പുഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സൽക്കാരമൊക്കെ കഴിഞ്ഞു, ആ ഒരു സൽക്കാരത്തിന് ഓൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് വെച്ച സൽക്കാരമായതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊന്നും ഇല്ല ഇനി. അപ്പോൾ ഇന്നലെ 12 മണിയായിരുന്നു രാത്രി സാധനമൊക്കെ കൊണ്ടിരിക്കുക വന്നപ്പോൾ. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇൻട്രോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് അത് ഉണ്ടാക്കുന്ന വീഡിയോസ് എടുത്ത് വെച്ചിനി. പിന്നെ അത് മോളും ഉണ്ടായി നമ്മളിപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ. അങ്ങനെ നമ്മൾ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടത് സേമിയാണ് കേട്ടോ. അതായത് നമ്മൾ പായസത്തിനൊന്നും എടുക്കുന്ന സേമിയ അല്ല കേട്ടോ, അതിനോട് ഉണ്ടാക്കുക, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഭയങ്കര നേരിയ നമ്മൾ കുനാഫയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ അന്നേരത്തെ നേരിയ സേമിയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ 2 പാക്കറ്റാണ് ഇട്ടെടുത്തത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് തോനെ ഉണ്ടാക്കണം. അങ്ങനെ ഞാനിതൊരു പാനിലിട്ടിട്ട് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 പാക്കല്ലേ നമ്മൾ എടുത്തത്, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പാക്ക് എടുത്ത് പൊട്ടിച്ച് അത് നല്ലോണം ചെറുതാക്കി കൈ വെച്ചാക്കിയതിന് ശേഷമാണ് കേട്ടോ രണ്ടാമത്തെ പാക്ക് അതിലേക്ക് പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ആദ്യത്തെ പോലെ തന്നെ നല്ലോണം കൈ വെച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സേമിയൊക്കെ നല്ലോണം പൊടിച്ച് നല്ല ഇതിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ ആഡ് ചെയ്യേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തത്. അങ്ങനെ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്തത് ഒരു 7 ടേബിൾ സ്പൂണാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ 4 സ്പൂണേ കാണുള്ളൂ. അപ്പോൾ മധുരം ഈ കമ്മിയാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 7 സ്പൂണാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത്. പിന്നെ അത് രണ്ടും കൂടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തത് ഒരു 5 സ്പൂണാണേ. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യണേ. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹൈയിലും ഇടരുത്, നല്ല ലോയിലും ഇടരുത് കേട്ടോ. ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നട്ട്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലെയറാക്കിയിട്ട് വെക്കാനുള്ള ക്രീം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഇതാ നമ്മൾ പാലെടുത്തിട്ടുണ്ട്. ഞാൻ 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തത്. പിന്നെ നമ്മളിതാ ഒരു ഗ്ലാസ്സിലേക്ക് 6 സ്പൂണ് കോൺഫ്ലവറും ഒരു 5 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ പാല് ചൂടായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിതാ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിതാ ഇതൊരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ്, അതിൻ്റെ ഒരു അര ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊടിച്ച പഞ്ചസാര ഒരു 7 സ്പൂണും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മധുരം. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കട്ടെ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായ് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതാ ഒരു ക്രീം പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ ഇത് സെറ്റ് ചെയ്യുന്ന പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രയലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയറായിട്ട് ഇതായി ഒരു വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ, ഒന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകൾക്ക് ഇതായി ഒരു ക്രീം
ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ ഒരു സേമിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ, മുകൾക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ അതും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അടിയിൽ ക്രീം ആയതുകൊണ്ട് വല്ലാതെ പ്രസ് ചെയ്യണ്ട, അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അരികിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മളിതാ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. താഴെ തന്നെയാണ് വെക്കുന്നത്. ഒരു മൂടി കൊണ്ട് അടിച്ചും കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ ഉൽക്കൊക്കെ കൊടുത്തവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ടി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു പുഡിങ്ങും പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിനൊന്നും നമുക്ക് നേരം ഉണ്ടായില്ല. ഇന്നലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 2:30-3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് ആവാനുള്ള കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിലാണെങ്കിൽ രാവിലെ മുതൽ ഇന്ന് കറണ്ട് ഇല്ല കേട്ടോ. പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പുഡിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പിന്നെ കറണ്ട് വൈകുന്നേരം 6 മണിക്കാണ് വന്ന്. നമുക്ക് ഉച്ചക്കായിരുന്നു സൽക്കാരം. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് 9 മണിക്കായപ്പോൾ കറണ്ട് പോയത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം പിന്നെ നമ്മൾ അടിയിൽ നിന്ന് എടുത്തിട്ട് വല്ല ഫ്രീസർക്ക് വെച്ചത്, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ ടോ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് കളിയാക്കിയിട്ടായാലും കുറേ കമൻറ്റുകൾ കണ്ടിരുന്നു. നമ്മൾ ഈ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ ഓരോരോ വാക്ക് ഇങ്ങനെ പറയില്ലേ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ അവസാനം അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് ടോ കൊടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഒരു ടോ ഇങ്ങനെ വന്ന് പോവുകയാണ്. നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ പരമാവധി കുറക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരും. ബൈ, അസ്സലാമു അലൈക്കും.